ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഓർത്തതാണ്. അമ്മേനെ കൊണ്ട് മലയാറ്റൂർ മല കയറണമെന്ന്. അപ്പം ആദ്യമായിട്ട് ഒരാൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിള്ളേർ അങ്ങനെ മലയാറ്റൂർ മല കയറാനുള്ള പരിപാടിയിലാണ്. അപ്പം അങ്ങനെ കയറുവാണ് പിള്ളേർ, കയറുവാണ്. അടിവാരത്തി വലിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇതാ കയറുവാണ്. നമ്മളാരുമല്ല അതെ, കുരിശ് കണ്ടവരൊക്കെ കുരിശ് പിടിച്ചു. എൻ്റെ കൂടെ ഒരു കുരിശ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കയറി തുടങ്ങുവാണ് പിള്ളേര്, കയറി തുടങ്ങുവാണ്. കയറി പോട്ടെ, പോണോടത്ത് അത്രയും പോട്ടെ. എന്താ പറയണേ, കേറും? ഉറപ്പായിട്ടും കേറും. ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അമ്മേനെ കൊണ്ട് വന്ന് കയറണമെന്നുള്ളത്. ഇന്ന് കയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നല്ല എന്താ പറയുക, കുറേ നാളായി വീട്ടിലിരിക്കണം ഒരാൾ, എങ്ങും പോകാൻ പറ്റാണ്ട്. നടുവേദന എന്നുള്ള പ്രശ്നം പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിപ്പ്. പിന്നെ അങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയതാ. അപ്പം കയറാൻ പറ്റട്ടെ. അപ്പം ഞാനും ഇവിടെ കയറി തുടങ്ങിയിട്ടുണ്ട്. അയാൾ പാതി എത്തിയപ്പോൾ തന്നെ തളർന്നെന്നാണ് പറയണത്. അല്ല, പാതി എത്തിയില്ല, തുടക്കമായുള്ളൂ. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല ഭംഗി, പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാലിൽ ഇതിനകത്ത് വെള്ളമാണ്, എൻ്റെ കാലിൻ്റെ അകത്ത് നിറച്ച് വെള്ളമായി. അപ്പോൾ പിള്ളേരെ നമ്മൾ ഒന്നാമത്തെ കുരിശടി കണ്ടുമുട്ടിയിരിക്കുന്നു പിള്ളേരെ. അപ്പോൾ ഇനി എല്ലാ കുരിശടിയിലും കയറി നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ പരിപാടി പിള്ളേരെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ കുരിശടിയും നമ്മൾ തൊട്ട് മെഴുകുതിരി കത്തിച്ച് നമ്മൾ കയറുവാണ് പിള്ളേരെ. ഒന്നാമത്തെ കുരിശിൻ്റെ അവിടെ മെഴുകുതിരി കത്തിച്ച് കയറുവാണ് പിള്ളേരെ, കയറുവാണ്. അപ്പോൾ പിള്ളേരെ, ആ പോണതാണ് ഞമ്മൻ്റെ മാമൻ, ഒരേ ഒരു മാമൻ. അങ്ങനെ രണ്ടാമത്തെ കുരിശ് പള്ളിയുടെ അവിടെ എത്തിയിരിക്കുന്നു പിള്ളേരെ. അങ്ങനെ പിള്ളേര് രണ്ടാമത്തെ കുരിശടിയിലും മെഴുകുതിരി കത്തിച്ചു, മൂന്നാമത്തേലും കത്തിച്ചു, നാലാമത്തേലും കത്തിച്ചു പിള്ളേര്, അഞ്ചാമത്തേലും നമ്മളങ്ങനെ കത്തിച്ചു. പിന്നെ ആറാമത്തേലും അങ്ങനെ കയറി 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 നമ്മളും പോകാനുള്ള പരിപാടി കേട്ടോ പിള്ളേരെ. അങ്ങനെ പിള്ളേര് കയറി 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 മലയാറ്റൂർ മല അങ്ങോട്ട് കയറുവാണ് പിള്ളേര്. അങ്ങനെ പിള്ളേര് ഒമ്പതാമത്തെ കുരിശടിയും എത്തിയിരിക്കുകയാണ് മക്കളെ. അങ്ങനെ പിള്ളേരെ നമ്മൾ 13ാമത്തെ കുരിശടിയും കൂടി എത്തിയിരിക്കുകയാണ് പിള്ളേര്. ഇനി അങ്ങോട്ട് ഒരേ ഒരു കുരിശടി മാത്രം. അപ്പോൾ പിള്ളേരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മേത്തോട്ട് മറ്റേ പുള്ളിക്കാരൻ മൂത്രം വയ്ക്കണേ, ചീവീട്. അങ്ങനെ നമ്മൾ മലയാറ്റൂർ മലയുടെ 14ാമത്തെ കുരിശടിയും നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് മുകളിലോട്ട് എത്തി പിള്ളേരെ, എത്തി. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറി കിട്ടാനായിട്ട് മലയാറ്റൂർ മല ചുമന്ന് കയറുന്ന കുറേ കുരിശുകൾ അവിടെ ഇരിപ്പുണ്ട് മക്കളെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ നടക്കുമ്പോഴാണ് ദേ അവിടുന്ന് ഒരു ഒച്ചയും ബഹളും. ദേ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ തുള്ളിച്ചാടുന്നു. ദൈവമേ, മല കയറിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് മക്കൾ. മല കയറുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പൊ ദേ നേർച്ച മേടിച്ചോണ്ട് വന്നു ഇരിക്കണ കണ്ടോ പിള്ളേരെ, ഇരിക്കണ കണ്ടോ. അങ്ങനെ പിള്ളേര് നമ്മളിവിടെ മലയാറ്റൂർ മല കയറി ഇരിപ്പായി പിള്ളേര്. മലയാറ്റൂർ മല കയറി നമ്മളിവിടെ മേളിൽ കയറി നിൽക്കട്ടെ പിള്ളേര്. എന്നാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇത്. ഈ സ്ഥലമൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ നമ്മൾ ഓർത്തു പോകും. ദൈവമേ, എന്താ ഇത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടെ വന്നതിനെയും പിടിച്ച് കുറെ ഫോട്ടോസും എടുത്തിട്ട് നോക്കിയിരിക്കുമ്പോൾ ദേ നമ്മുടെ കുടുംബക്കാരിൽ ഒരുത്തവനിരിക്കുന്ന ദൈവമേ, പിള്ളേരെ കണ്ടോ നിങ്ങൾ? അപ്പൊ അങ്ങനെ ദേ പുള്ളേയും തള്ളയും കൂടി ദേ അവിടെ കളിക്കണ്ട് പിള്ളേരെ. രണ്ട് കുരങ്ങ് ഒരേ ഫ്രെയിമില് കേറിയിട്ട് അപ്പോൾ പിള്ളേര് കഷ്ടപ്പാടും ദുരിതവും അങ്ങോട്ട് മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ മല ഇറങ്ങണം. അപ്പോൾ ഇത് ആനയുടെ കാൽപാദം എന്നിട്ട് ഇവള് പറഞ്ഞ, പക്ഷെ ഇത് മുത്തപ്പന്റെ കാൽപാദം നമുക്കല്ലേ അറിയുള്ളൂ മക്കളെ. എന്നാണ് തോന്നുന്നത്. കുടുംബക്കാരെ കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് മക്കളെ, ഇറങ്ങുവാണ്.